2020-21 കോവിഡിൻ്റെ അതിപ്രസരണ കാലം. പള്ളിയിൽ പ്രവേശനം 5 പേർക്ക് മാത്രം. സ്ഥലം മാറി വന്ന അച്ഛന് വെറുതെ ഇരുന്നാൽ മതിയല്ലോ എന്ന ചിന്തയെ കീറി മുറിച്ചുകൊണ്ട് അച്ഛൻ തൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങിയിരുന്ന പാവം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഓൺലൈൻ ഫെസിലിറ്റീസ് ലഭ്യമാക്കി തന്ന അച്ഛൻ സൺഡേ സ്കൂൾ പുസ്തകം വായിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുമ്പിലേക്ക് പുതിയ വാതായനങ്ങളെ തുറന്നു. കുട്ടികൾക്ക് വേണ്ടി പുതിയ പ്രവർത്തനങ്ങളെ തേടിപ്പിടിക്കാൻ ഞങ്ങൾ ഉത്സുകരായി. അവിടെ ഞങ്ങളുടെ തുടക്കമായിരുന്നു. സാധ്യതകളുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഞങ്ങൾ പ്രവർത്തന നിരതരായി. ഞങ്ങളുടെ ഉള്ളിൽ അന്തർലീനമായിരുന്ന കഴിവുകൾ ക്രമേണ പുറത്തേക്ക്. പിന്നെ ആത്മീയതയുടെ ഒരു കാലമായിരുന്നു. അനേകർ മരണത്തിനും രോഗത്തിനും അധീനരായപ്പോൾ വേദനിക്കുന്നവർക്ക് വേണ്ടി ജാഗരൂകരാകാൻ വെള്ളിയാഴ്ച രാവിലെ 3 മണി മുതൽ 6 മണി വരെ തുടരുന്ന ചെയിൻ പ്രെയർ. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരായി. അതിനുശേഷം ഒന്നിച്ച് കൂട്ടായ്മ. കോവിഡ് പ്രതികൂലത്തിന് ശമനം തോന്നിയപ്പോൾ ഒന്നിച്ച് ദേവാലയത്തിൽ. വേദപഠനത്തിൻ്റെ കാലങ്ങൾ. 4 വർഷക്കാലം പോയതറിഞ്ഞില്ല. ധാരാളം അറിവുകൾ ആരാധനയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും. വചനം പഠിക്കുന്നതിനുള്ള ആഗ്രഹം. ദൈവത്തിനായി പ്രവർത്തിക്കുവാനുള്ള അഭിവാഞ്ച. ആരാധനയുടെയും പഠനത്തിൻ്റെയും കാലത്തിന് വിരാമം കുറിച്ച് ഞങ്ങൾക്ക് മുമ്പിൽ പുതുവാതായനങ്ങളെ തുറന്ന, പണത്തിനു മുമ്പിൽ തന്നെ അടിയറവ് വെക്കാൻ ആഗ്രഹിക്കാത്ത ഞങ്ങളുടെ അച്ഛൻ്റെ പ്രവർത്തന മേഖല പറിച്ചു മാറ്റപ്പെട്ടു. പ്രിയ ഫെനോച്ച, യാത്രാമൊഴി നേരാൻ കഴിയില്ല. കാരണം അത്രമേൽ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അച്ഛൻ പരിശ്രമിച്ചു. പണത്തിനു മുമ്പിൽ തലകുനിക്കുന്നവർക്ക് ഒരു പാഠം. ഞങ്ങളെ ആത്മീയമായി ഉയർത്താൻ അക്ഷീണം പരിശ്രമിച്ച, ഞങ്ങളുടെ ദേവാലയത്തെ മനോഹരമാക്കുവാൻ അനേകം ത്യാഗങ്ങൾ സഹിച്ച അച്ഛനെ ദൈവം ധാരാളം നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ.